ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് പോകണം. അപ്പോൾ രാവിലെ നീറ്റ് വഴി ഞാനിതാ വലിയച്ഛൻ്റെ വീട്ടിലേക്കൊന്ന് പോകുമായിരുന്നു കേട്ടോ, വലിയമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ വെയിലായാൽ പോവലൊന്നും നടക്കില്ല, പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റില്ല, ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചൻ്റെ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം ഇതാ അമ്മ എൻ്റെ തലയിൽ എണ്ണ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തോട്ടിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെയും. അപ്പോൾ വെയിലാവുന്നതിൻ്റെ മുന്നേ നമുക്ക് തോട്ടിലൊക്കെ പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അങ്ങനെ എണ്ണയൊക്കെ തേച്ച് തരുന്നു. നല്ല സുഖമാണ് കേട്ടോ തലയിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എണ്ണ തേച്ച് തരുന്നത്, പ്രത്യേകിച്ച് നമ്മൾ അമ്മമാരാകുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുന്ന് ആസ്വദിച്ചു കേട്ടോ. എണ്ണയ്ക്ക് ഇങ്ങനെ തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ബാലൻസ് എണ്ണയും കൊണ്ടൊരു മുഖത്ത് കൂടെ ഒരു തേപ്പുണ്ട്. എൻ്റെ പൊന്നോ, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ദേഷ്യം ഉണ്ടായിരുന്നൊരു കാര്യം ഇതായിരുന്നു കേട്ടോ, മുഖത്ത് ആ ഒരു എണ്ണ തേക്കുന്നതും. പക്ഷേ ഇപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ. അന്നൊക്കെ ഡെയിലി ഇത് തന്നെയാണല്ലോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമുക്ക് കിട്ടുള്ളൂ, നമ്മൾ വീട്ടിലേക്ക് വരുന്ന ടൈമിലല്ലേ ഇതൊക്കെ കിട്ടുള്ളൂ. അതൊരു വേറെ ഫീലിംഗ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ തിച്ചുൻ്റെ തലയിൽ ഇങ്ങനെ എണ്ണ തേക്കുമ്പോൾ മുഖത്ത് കൂടെ കൊണ്ടുവരുമ്പോൾ അവന് ഓട്ടോ ഇട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കാര്യം ആലോചിക്കും, ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് മുഖത്ത് തേക്കുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് ചെറുപ്പത്തിൽ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ വലുതാവുമ്പോൾ നമുക്ക് നല്ലോണം മിസ് ചെയ്യും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ കേസ്? നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ്സാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ എണ്ണയൊക്കെ തേച്ച് നമ്മൾ തോട്ടിക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ പീലിക്കുട്ടീനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോവുകയാണല്ലോ, അപ്പോൾ പീലിക്കുട്ടീനെ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പീലിക്കുട്ടി നിൽക്കില്ല, അങ്ങനെ പരിചയമായി വരുമ്പോഴുള്ള ഒരു പരിചയമല്ലേ ഉള്ളൂ, അങ്ങനെ നല്ലതായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പീലിക്കുട്ടീനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പീലിക്കുട്ടിക്കുള്ള വെള്ളമൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ വേഗം തോട്ടിക്ക് പോവുകയാണ്. ചെറിയ വെയിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പീലിക്കുട്ടിയുടെ തലയിൽ ഞാനിതാ തോർത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവളത് തലയിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് ഒന്നും തലയിൽ വയ്ക്കുന്ന ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ തോട്ടിൽ വന്ന് വിശാലായി കുളിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. പീലിക്കുട്ടി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനെ തോട്ടിൽ വന്നിട്ട് അവളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ കുറേ നേരം നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അതാ ഇങ്ങനെ തോട്ടിൽ കൂടെ നീന്തി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഇതാ ദിച്ചു ആണെന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ കയറി നിൽക്കുമായിരുന്നു കേട്ടോ. ദിച്ചുണ്ട്, പിന്നെ കിച്ചുണ്ട്. അമ്മ അതാ മുന്നിൽ നടന്നു പോയിട്ടുണ്ട് പീലിക്കുട്ടീനെയും കൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ പോവുമായിരുന്നു. ഈ ഒരു ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ തോടിൻ്റെ ഇങ്ങനെ ആ ഒരു സൈഡിൽ കൂടെ നിറച്ച് ഇതാ ഈ ഒരു പൂവ് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒന്ന് പറിച്ചെടുക്കുകയായിരുന്നു. നമ്മൾ ഓണത്തിനൊക്കെ പൂവിടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് വീട്ടിൽ പോകണം, നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ 19-ാം തീയതി, ഏപ്രിൽ 19-ാം തീയതി നമ്മുടെ ഡാൻസ് ഉണ്ട് കേട്ടോ. തൂത അമ്പലത്തിലും നമ്മുടെ കൂത്താണ്, മുച്ചിത്തോട്ടം കൂത്താണ്. അപ്പോൾ നമ്മൾ വീരനാട്യം കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ പോകണം. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേസ്, അതൊക്കെ ഞാൻ മറന്നു പോയിരുന്നു. പിന്നെ ഞാൻ ഉണ്ണിയമ്മയുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതാ കിച്ചു മീനൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇത് ഗപ്പിയാണ് തോന്നുന്നു. എനിക്ക് ഇതിലെ മണ്ണും ചളിയും കൊണ്ടും ആ മീനിനൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് എന്നിട്ട് കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഇതാ വൈകുന്നേരമായി വീട്ടിലേക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊരിക്കക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ അതൊക്കെ പറിച്ചിരിയായിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെയായിരുന്നു, നമ്മളെ വീട്ടിൽ വന്ന് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുപോകലും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ മുരിങ്ങക്കായകളൊക്കെ ഇങ്ങനെ അറുത്തിരിയാണ്. കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതാണ്. അപ്പം അങ്ങനെ 1 മാസത്തേക്ക് കൂട്ടാൻ വയ്ക്കാനുള്ള മുരിങ്ങക്കായ കൊണ്ടാണ് ഗേസ് ഞാൻ പോകുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ പാടെടുത്ത് ഞാൻ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിലിമോള് വാ, പീലിക്കുട്ടി, പീലിക്കുട്ടി വാ, അമ്മയുടെ കുട്ടി വാ. അപ്പോൾ അതാ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ കാറൽമണ്ണയ്ക്ക് പോന്നിട്ടുണ്ട്. ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വേഗം പീലിക്കുട്ടീനൊക്കെ വീട്ടിലാക്കിയിട്ട് ഡാൻസ് പ്രാക്ടീസിന് പോയി. അപ്പോൾ നമ്മളിതിന് മുന്നേ കളിച്ചിരുന്ന ഡാൻസിൻ്റെ കളിലും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു ഡാൻസിന്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാട്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡാൻസാണ്. അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ 19-ാം തീയതി തൂത അമ്പലത്തേക്ക് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വരും കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ
അമ്പലത്തേക്ക്. ഇന്നും പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് വീരനാട്യം, തിരുവാതിരക്കളി, പിന്നെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. നമ്മുടെ നെയ്ബറിൻ്റെ കുട്ടിയുടെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൂതമ്പലത്തിൽ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്ര തിരക്കൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എനിക്കൊരു ചെറിയ ടെൻഷനായിട്ടോ, നമ്മളെ ഡാൻസിൻ്റെ ടൈമിലും ഈ ഒരു തിരക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ വീരനാട്യം, തിരുവാതിരക്കളിയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുനാമങ്ങൾ വിളങ്ങുവാൻ വരമരുളേണം നാരായണ, വരമരുളേണം നാരായണ. കിരണ്യാതകനാഥരസിംഹരൂപ ഭക്തപ്രസാദ വരദായക തവ തിരുനാമങ്ങൾ. ഗോകുലപാല ഗോപിനാഥമണ ഗോകുല കൃഷ്ണ. നദിയലകളണിയവരതനെ ചന്ദനത്തിന്മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനേ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നല്ല ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഡാൻസൊക്കെ കാണാൻ പറ്റത്തിൽ കുറച്ച് വിഷമം തോന്നി. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ തിരുവാതിരക്കളി പിന്നെ ഞങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.